ഈ ഒരു ടോപ്പിക്ക് ബേസിക്കലി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ പല ആൾക്കാരും മെസ്സേജ് അയക്കുന്നു, പറയുന്നു മോഹൻലാലിന്റെ പുതിയ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി വീഡിയോ ചെയ്യാൻ. എൻ്റെ അഭിപ്രായം, ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഈ ഗോത്ര കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്, ഗുജറാത്ത് കലാപം. അപ്പം ഞാൻ 2 വർഷം മുമ്പുള്ള വീഡിയോ, അതിൻ്റെ ലിങ്ക് നാരദ ന്യൂസിനകത്ത് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാകും എന്താണ് ഗോത്ര കലാപം. ഈ കേരളത്തിൽ, ഇന്ത്യയിലെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് വളരെ തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ പ്രതിഫലനമായിട്ട് ഈ സാംസ്കാരിക സിനിമാ രംഗത്ത് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. പിന്നെ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അതിനെ റിവ്യൂ ചെയ്യാനോ സിനിമയെ പറ്റി പറയാനോ അതിനു വേണ്ടി ഞാൻ സിനിമ കാണാൻ പോകത്തില്ല. ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, ഒന്നാമത്. കാരണം ഞാൻ മലയാള സിനിമ കണ്ടിട്ട് ഏകദേശം 5-6 വർഷമായി. അതായത് മലയാള സിനിമ എന്നല്ല, അങ്ങനെ സിനിമ കാണാറേ ഇല്ല ഞാൻ. പ്രത്യേകിച്ച് ഈ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എല്ലാം ഞാൻ എടുത്തു വെച്ചിരുന്നത്. പിന്നീട് ഞാനിത് കാണുന്നേ ഇല്ല, ഇതൊക്കെ ഞാൻ ഒഴിവാക്കി. കാരണം പണ്ട് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ട് സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഒരു ദിവസം 5 സിനിമ കണ്ട ദിവസമൊക്കെ ഉണ്ട്. പിന്നീട് സിനിമയോടുള്ള ആ താല്പര്യമൊക്കെ വളരെ അങ്ങ് പുറകോട്ട് പോയി. ചില ക്ലാസിക്സ് ഒക്കെ, ചില സിനിമകളൊക്കെ വരുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പം ഓസ്കർ, ഓപ്പൺഹൈമർ, അങ്ങനെയുള്ള ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നല്ലാതെ ചില ഹിന്ദിയിലെ ചില ക്ലാസിക്സ് ഒക്കെ കാണാറുണ്ട്. പിന്നെ മലയാളത്തിലെ വെറുതെ ഇരിക്കുന്ന ചില കോമഡി സീൻസൊക്കെ കണ്ടിട്ട് പഴയതൊക്കെയാണ് ഇതൊക്കെ, അത് കണ്ട് ചിരിക്കാറുണ്ട്. എന്നല്ലാതെ ഇപ്പം എനിക്കെന്നാൽ ചില മലയാളത്തിലെ ചില നടന്മാരെയൊക്കെ പേഴ്സണലി, അത് ഈ സിനിമയുടെ പ്രധാന നടനെയൊക്കെ പേഴ്സണലി പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കിതിനോട് താല്പര്യമില്ല. കാരണം സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് ഈ സിനിമ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഇറങ്ങി പോരും. പിന്നെ അതിന് ശേഷം അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായി സിനിമ, അതിന് ശേഷം ഞാൻ സിനിമ കാണാൻ പോകാറില്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുമല്ല, ഞാൻ ഇതിനെ ഒരു കലാസൃഷ്ടിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇത് പല രീതിയിൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. സിനിമയാണെങ്കിലും റൈറ്റപ്പ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മൂവി റിവ്യൂ എന്നൊക്കെ പറയുന്ന അതിനകത്ത് പലതും പ്രതിപാദിക്കുന്നത്, അതിനകത്ത് 90% അവരുടെ ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷനാണ്. എന്നല്ലാതെ ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിനകത്ത് പല അജണ്ടകൾ പറയുന്നു. ഇന്നയാളെ ഒതുക്കാൻ കൊണ്ടുവന്നു, ഇന്നയാൾക്ക് വേണ്ടി ഇന്ന സംഭവം ഇന്ന രീതിയിൽ കൊണ്ടുവരാൻ വന്നു. ഇതൊക്കെ ഒരു കോൺട്രവേഴ്സിയുടെ പാർട്ടാണ്. കാരണം ഞാൻ അതിനെ ആ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. സിനിമ എന്ന് പറയുന്നത് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സംഭവമൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ള ബയോപിക് സിനിമകളൊക്കെ ഉണ്ട്. എബ്രഹാം ലിങ്കൻ, അതേപോലെ മറ്റു പല സിനിമകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതൊക്കെ കണ്ടു കഴിഞ്ഞ് ചില കാര്യങ്ങളുടെ വിഷ്വലൈസേഷനും പരിപാടികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരും ഈ സിനിമയെ പറ്റി അതായത് എന്നോട് ചോദിക്കരുത്. കാരണം തുടക്ക സമയത്ത് ഏകദേശം 2 വർഷം മുമ്പ് നാരദ ന്യൂസിൽ ഞാൻ ചില ആഷിഖ് കപൂറിൻ്റെയും കമലിൻ്റെയും 1-2 സിനിമാക്കാരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്തു. അതിൻ്റെ താഴെ ആൾക്കാർ ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്തു, താങ്കൾ ഇത് ചെയ്യരുത്, താങ്കൾക്ക് അറിയുന്ന ജോലിയല്ല. സത്യം, എനിക്ക് അറിയുന്ന ജോലിയല്ല. എനിക്കൊരു അറിയാത്ത ജോലി അറിയാത്ത ജോലി എന്തിനാ ഞാൻ ചെയ്യും? നിങ്ങൾ പറയാം. എനിക്കറിയുന്ന ജോലിയുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സ് ആണെങ്കിലും, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും, കോൺഫ്ലിക്റ്റ് ആണെങ്കിലും, വാർ ആണെങ്കിലും, ഇതൊക്കെ ഞാൻ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതിനിടയ്ക്ക് സിനിമയും ഈ പറയുന്ന നാടകവും ഡാൻസും ഗുഡാൻസും ഇതൊക്കെ ഞാനതിനെടുക്കാൻ പോകുന്നു. അതൊക്കെ ചെയ്യുന്ന വലിയ ആൾക്കാരുണ്ട്, അവർക്ക് അതിനെപ്പറ്റി ക്രിട്ടിക്കുണ്ട്, മൂവി ക്രിട്ടിക്സ് ഉണ്ട്, കലാപരമായതിനെപ്പറ്റി സംസാരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് എൻ്റെ ഒരു റോൾ അതിൻ്റെ അകത്തില്ല. പിന്നെ ഗോത്ര കലാപം, ഗുജറാത്ത് റൈറ്റ്, അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ സംഭവമുണ്ട്, എന്താണ് സംഭവം. അപ്പം അത് നേരത്തെ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്.
അതിൻ്റെ ലിങ്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഫർദർ വേണമെങ്കിൽ ഞാനിത് അതിനെപ്പറ്റി വേണേൽ വീഡിയോ ചെയ്യാം. സിനിമയെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തില്ല. ഇപ്പം എന്താണ് ഗോദ്ര കലാപം, ഗുജറാത്ത് റയറ്റ് എന്താണ് യഥാർത്ഥം സംഭവിച്ചത്, എന്താണ് മീഡിയ പോർട്രേ ചെയ്തത്, എങ്ങനെയാണ് കോടതികൾ അതിനെ നോക്കിക്കണ്ടത്, അതിനെപ്പറ്റി വേണമെങ്കിൽ ഞാനൊരു ഫർദർ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്. എന്നല്ലാതെ ഈ സിനിമയെപ്പറ്റിയോ മോഹൻലാലിനെ പറ്റിയോ അതിൽ അഭിനയിച്ച പൃഥ്വിരാജിനെ പറ്റിയോ ഞാൻ തയ്യാറല്ല. എനിക്ക് അറിയാത്തൊരു ടോപ്പിക്ക്. എനിക്ക് സിനിമയെപ്പറ്റി അറിയത്തില്ല, സത്യമെന്നാ. എനിക്ക് ആരൊക്കെ മലയാളത്തിൽ ഇപ്പോഴുള്ള നടന്മാരെ പോലും അറിയത്തില്ല, സത്യമായത്. കാരണം ഞാനിത് കാണാറില്ല. അതാ ഇത് സത്യം. ഹിന്ദിയിലാണെങ്കിലും എനിക്ക് പുതിയ നടന്മാരെയും നടിമാരെയും അവരെയൊന്നും എനിക്ക് അറിയത്തില്ല. അത് യാഥാർത്ഥ്യമാണ്. ഇംഗ്ലീഷും അറിയത്തില്ല. കാരണം എനിക്ക് 1% പോലും താല്പര്യമില്ലാത്ത സംഭവം ഇതൊക്കെ. അതുകൊണ്ട് സിനിമ റിവ്യൂ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്നോട് ദയവ് ചെയ്ത് നിങ്ങൾ ആവശ്യപ്പെടുക. എനിക്കറിയത്തില്ല. നിങ്ങൾ ബുക്സിൻ്റെ റിവ്യൂ ചോദിക്കും. കാരണം എനിക്ക് താല്പര്യമുള്ള വിഷയമൊക്കെ ഞാൻ വായിക്കുന്നതാണ്, ഞാൻ ചെയ്ത്. പിന്നല്ലാതെ മൈ ഹംബിൾ റിക്വസ്റ്റാണ്. കാരണം സിനിമ ഇഷ്ടപ്പെടുന്നത് വലിയ കലാസൃഷ്ടിയാണ്, സംശയമില്ലാത്ത കാര്യം. ഇതൊക്കെ സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവം. പക്ഷെ എനിക്കറിയത്തില്ല ഈ ടോപ്പിക്ക്. അതുകൊണ്ട് ഞാൻ അതിനെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുന്നു. വീണ്ടും ആവർത്തിക്കുന്ന ഗോദ്രയെ പറ്റി, അതേപോലെ ഗുജറാത്ത് കലാപം, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേഷൻ അനുസരിച്ച്, എന്നാൽ പഴയ വീഡിയോ കുറച്ചും കൂടെ മാറ്റി കുറച്ച് കാര്യങ്ങൾ ഇൻസൈറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഒതൻറ്റിക്കായിട്ട് വീഡിയോ ചെയ്യാൻ തയ്യാറാണ്. സിനിമയെപ്പറ്റി ദയവ് ചെയ്ത് എന്നോട് ഒരു സിനിമയെപ്പറ്റി ചോദിക്കരുത്. എനിക്കിത് അറിയത്തില്ല. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ
പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.